നമസ്കാരം. പ്രധാന വാർത്തകൾ. നിപ്പ പുതുതായി റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ മണ്ണാർക്കാട് ചങ്ങലേരിയിലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കണമെന്ന് എൻ ഷംസുദ്ദീൻ എം.എൽ.എ. ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്തതിനാൽ നിത്യവരുമാനക്കാരായ ആളുകൾ ദുരിതത്തിൽ. ഭക്ഷണം പോലും ലഭിക്കാത്ത സ്ഥിതിയുണ്ടെന്നും എം.എൽ.എ. പുലിഭീതി. മണ്ണാർക്കാട് തത്തേങ്കലത്ത് ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ പുലിയെ കണ്ട സാഹചര്യത്തിലാണ് നടപടി. പ്രദേശത്തെ നിരീക്ഷണം ശക്തമാക്കി. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ മനുഷ്യരിയിൽ രണ്ടിടത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകളെ ഇടിച്ചു തെറിപ്പിച്ചു. ആറന്കുളം റോഡിന് സമീപം പച്ചക്കറി കയറ്റി വന്ന ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷയിലും ഇന്നോവയിലും ഇടിച്ചു. ഒരാൾക്ക് പരിക്ക്. വന്യമൃഗ ആക്രമണങ്ങൾക്കും സർക്കാർ അനാസ്ഥയ്ക്കുമെതിരെ മലപ്പുറം കരുവാരക്കുണ്ടിൽ പ്രതിഷേധം. കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സമരപഥം സംഘടിപ്പിച്ചു. പ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് കർഷകർ. മാലിന്യമുക്ത കേരളം. ജനകീയ പങ്കാളിത്തത്തോടെ പൊതുയിട ശുചീകരണത്തിന് തുടക്കം കുറിച്ചു സർക്കാർ. എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ചകളിലാവും ജനകീയ ശുചീകരണം. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് ചങ്ങലേരി മേഖലയിൽ പുതുതായി നിപ്പ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ ഒഴിവാക്കണമെന്ന് എൻ ഷംസുദ്ദീൻ എം.എൽ.എ. ആരോഗ്യവകുപ്പിന്റെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് അത്യാവശ്യക്കാർക്ക് പുറത്തുപോകാനുള്ള സൗകര്യമെങ്കിലും ഏർപ്പെടുത്തണം. ഇക്കാര്യം മന്ത്രിയുടെയും കലക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതായി എം.എൽ.എ. വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 8 ദിവസത്തിലേറെയായി മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ ഏർപ്പെടുത്തിയ കണ്ടെയ്ൻമെന്റ് സോണിൽ കുടുങ്ങിയ ആളുകളുടെ ജീവിതോപാധി മുടങ്ങിയ സ്ഥിതിയാണ്. നിത്യവരുമാനക്കാർക്ക് മുന്നോട്ടു പോകാൻ നിർവാഹമില്ലാതായി. ഭക്ഷണം പോലും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. ഇക്കാര്യം ഗൗരവമായി എടുത്ത് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടതായി എം.എൽ.എ. വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഉള്ളൊരു ചെറിയ മേഖലയിൽപ്പെട്ടവർ മാത്രം ചില ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവിടെ വേറെ ആളുകൾ ജോലി ചെയ്യും. മുമ്പ് അങ്ങനെ വേറെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത്, ഞാൻ പറഞ്ഞു, കോവിഡിനേക്കാൾ കടുത്ത നിയന്ത്രണമാണ് മണ്ണാർക്കാട് വെച്ചിട്ടുള്ളത്. ബാരിക്കേഡൊക്കെ വെച്ച് തടഞ്ഞ് ആരെയും അനങ്ങാൻ സമ്മതിക്കാത്തൊരു രീതിയിലാണെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിക്ക് പോലും അതിലൊരു അത്ര രീതിയിലുണ്ടോ എന്ന ഒരു ഇതാണ് മന്ത്രിയുടെ ഭാഗത്ത് പോലും ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതിലൊക്കെ ഒരു മാറ്റം വരണം. എന്നാൽ ഈ നിപ്പ വ്യാപനമില്ലാതെ ഇനി ഒരാളിലേക്കും അത് വരാതെ ഇരിക്കാനുള്ള എല്ലാ സഹകരണവും നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ശക്തമായി നമ്മൾ ആവശ്യപ്പെട്ടത് ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്നുള്ളത് 8 ദിവസമായ സാഹചര്യത്തിൽ അതിന് മാറ്റം വരുത്തണം. മറ്റ് രീതിയിലുള്ള ജാഗ്രതകൾ തുടരാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും വേണം. ആ ഒരു രീതിയിലേക്കുള്ളൊരു പ്രതിരോധമായി ഇത് മാറ്റണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനിയും ഇത് തുടരുകയാണെങ്കിൽ നിർബന്ധമായും സർക്കാർ ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കിറ്റ് നൽകണം എന്നുള്ളതാണ്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, കളക്ടറുടെ ഭാഗത്ത് ഇങ്ങനൊരു സംഗതി കൂടി വന്നിട്ടുണ്ട്. പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട് NGOസിനെയൊക്കെ സഹകരിപ്പിച്ച് കിറ്റ് വിതരണം ചെയ്യാനുള്ളൊരു സന്നദ്ധത കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പുലിഭീതി. മണ്ണാർക്കാട് തത്തേങ്കലത്ത് ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. പ്രദേശത്തെ അടിക്കാട് വെട്ടി ലൈറ്റ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവം അറിഞ്ഞ് വനംവകുപ്പ് RRT സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയിരുന്നു. മനുഷ്യരുടെ സാന്നിധ്യം അറിഞ്ഞാൽ പുലി കാട്ടിൽ പതുങ്ങുമെന്നതിനാൽ തിരച്ചിൽ നടത്തി കണ്ടെത്തുന്നത് ശ്രമകരമാണ്. ഇതിന് പരിഹാരമായാണ് നൈറ്റ് വിഷൻ ക്യാമറ സ്ഥാപിച്ച് വന്യമൃഗത്തെ നിരീക്ഷിക്കുന്നതെന്ന് മണ്ണാർക്കാട് DFO C. അബ്ദുൽ ലത്തീഫ് അറിയിച്ചു. ഏത് മൃഗമാണ് ഇറങ്ങുന്നതെന്നും സ്ഥിരം ഇറങ്ങുന്നുണ്ടോ എന്നും ഇതിലൂടെ കണ്ടെത്താനാവും. വനവകുപ്പിന്റെ നിരന്തരമായ നിരീക്ഷണവും ഈ ഭാഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2 ദിവസം മുമ്പ് കാട്ടിൽ മേയാൻ വിട്ട ആടിനെ കാണാതായിരുന്നു. പുലി പിടിച്ചിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. പുലിശല്യം രൂക്ഷമായ സമയത്ത് ആടുകളെല്ലാം വിറ്റ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ശല്യം കുറഞ്ഞതോടെ തത്തേങ്കലത്ത് കൂടുതൽ പേർ ആട് വളർത്താൻ തുടങ്ങി. ഇതിനിടെ വീണ്ടും വന്യമൃഗ ഭീതി വരുന്നതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്ത് തത്തേങ്കലം കൽക്കടി ഭാഗത്ത് 7 മണി നേരത്ത് ഒരു കടുവയുടെ സാന്നിധ്യം കാണുകയും ഞങ്ങൾ RRTനെ വിളിക്കുകയും അവർ വന്ന് അതിൻ്റെ കാൽപ്പാട് പരിശോധിച്ചത് പുലിയാണെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. അതിലൂടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരു ഭീതിയിലാണ്, പുലിഭീതിയിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് പുലി ഇറങ്ങി ആൾക്കാർ ഇത് കാണുകയും ഇതൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഫോറസ്റ്റിൻ്റെ പെട്രോളിങ്ങും സാന്നിധ്യം ഭയങ്കര ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഒരു പുലിയുടെ പേടി രീതിയിലാണ് ജനങ്ങൾ. അപ്പോൾ ഇതിനുള്ള ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ജനങ്ങൾ
ആവശ്യപ്പെടുകയാണ്. நைட்டு வந்து உண்மைதான் புள்ளியே ஆளுகார் வந்து வண்டியில் சொன்னோன்னே நாங்கள் அங்கேருந்து வந்தோடனே இங்கே வந்து ஃபாஸ்ட்டில் வந்து வெடியெல்லாம் வச்சு எல்லாம் பார்த்துட்டாங்க. போயிருங்கலாம் ആഫീസ് പോയിരാங்க ഫോറസ്റ്റ് ഓഫീസ്ക്ക് എന്നാ ആയിട്ടില്ല. ജനവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള വനഭൂമിയിലെ അടിക്കാട് വെട്ടണമെന്നാവശ്യപ്പെട്ട് തത്തേങ്ങൽ നിവാസികൾ വനം വകുപ്പ് അധികൃതരെ കണ്ടു. പ്രദേശത്ത് കൂടുതൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ ആവശ്യങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് മണ്ണാർക്കാട് റേഞ്ച് ഇൻസ്പെക്ടർ ഇമ്മാസേലിയസ് നവാസ് പറഞ്ഞു. പാലക്കാട് കുളപ്പള്ളി പാതയിൽ മനുശ്ശേരിയിൽ രണ്ടിടത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 3 സ്കൂട്ടറുകളെ ഇടിച്ചു തകർത്തു. ആറന്കുളം റോഡിന് സമീപം പച്ചക്കറി കയറ്റി വന്ന ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷയും ഇന്നോവയുമായും കൂട്ടിയിടിച്ചും അപകടമുണ്ടായി. അപകടത്തിൽ പച്ചക്കറി കയറ്റി വന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാവിലെയാണ് മനുശ്ശേരിയിൽ രണ്ടിടങ്ങളിലായി അപകടമുണ്ടായത്. മനുശ്ശേരിയിൽ കാറ്ററിംഗ് സ്ഥാപനത്തിന് മുന്നിലാണ് ആദ്യ അപകടം നടന്നത്. നിയന്ത്രണം വിട്ട പിക്കപ്പ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 3 സ്കൂട്ടറുകളെ ഇടിച്ചു തകർക്കുകയായിരുന്നു. കാറ്ററിംഗ് സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വാഹനമാണ് തകർന്നത്. 3 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. മിനിറ്റുകൾക്കപ്പുറമാണ് ആറന്കുളം റോഡിന് സമീപവും അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്തു നിന്നും പച്ചക്കറി കയറ്റി വരികയായിരുന്ന ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷയെയും ഇന്നോവയുമായും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പച്ചക്കറി ഓട്ടോറിക്ഷ ഡ്രൈവറായ പാലക്കാട് മേപ്പറമ്പ് സ്വദേശി ഷബീറിന് പരിക്കേറ്റു. ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓടുന്ന ബസ്സിലെ ഡ്രൈവർക്ക് നേരെ കത്തി വീശി പരിക്കേൽപ്പിച്ച കേസിൽ മണ്ണാർക്കാട് ചിറക്കൽപ്പടി സ്വദേശി കഞ്ഞിച്ചാലിൽ നാസറിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. തിരുവിഴാംകുന്ന് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന റൊസാരിയോ ബസ് ഡ്രൈവർ കുണ്ടൂർകുന്ന് സ്വദേശി പ്രശാന്തിനു നേരെയാണ് ആക്രമണം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സിന് വിയക്കുറിശി പഴയ മാർക്കറ്റിൽ കൈകാണിച്ച് നിർത്തി കയറിയ പ്രതി സമയത്തെ ചൊല്ലി തർക്കിക്കുകയും സ്റ്റിയറിംഗിൽ കയറി പിടിക്കുകയും ചെയ്തു. ഇത് തടഞ്ഞ പ്രശാന്തിന് നേരെ നാസർ കത്തി വീശുകയും തടയുന്നതിനിടെ പ്രശാന്തിന് പരിക്കേൽക്കുകയും ചെയ്തു. കത്തിയുടെ പിടികൊണ്ട് നെഞ്ചിലിടിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. മണ്ണാർക്കാട് പാലക്കാട് റൂട്ടിൽ ജോലി ചെയ്യരുതെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവറെ ആക്രമിക്കുന്നത് വീഡിയോ എടുക്കാൻ ശ്രമിച്ച യാത്രക്കാരനെയും നാസർ ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയായ നാസർ മുണ്ടൂർ പാലക്കയം റൂട്ടിൽ ബസ് സർവീസ് നടത്തുന്നുണ്ട്. എടത്തനാട്ടുകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ധർണ ഉദ്ഘാടനം ചെയ്തു. എടത്തനാട്ടുകര പ്രദേശത്തെ 10 വാർഡുകളിലെ ജനങ്ങൾ പ്രാഥമിക ചികിത്സ തേടിയെത്തുന്ന കേന്ദ്രത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും സ്ഥലം മാറിപ്പോയ നഴ്സിന് പകരം സ്ഥിരം നഴ്സിനെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ധർണ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ നമ്മൾ കേരളസ്ഥാനത്താണ്. നമ്മുടെ മുമ്പിൽ വേറെ സംസ്ഥാനങ്ങൾ കയറി വന്നു. ആ രീതിയിലേക്ക് സംസ്ഥാനം പിറകോട്ട് പോയി. അതിനൊക്കെ കാരണം 9 വർഷമായി പിണറായി സംസ്ഥാനം ഭരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നമുക്കറിയാം, ഞങ്ങൾക്കൊക്കെ ചെറുപ്പമാകുമ്പോൾ ബോംബുണ്ടാവുന്ന ഒരു കെട്ടിടമാണ്. അപ്പോൾ നമുക്കറിയാം, അതിന്റെ മുകളിലേക്ക് ഒരു ബിൽഡിംഗ് കെട്ടിയെടുത്തിട്ടുണ്ട്. പെയിന്റ് എല്ലാം BJP-ക്കാർ പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. ആ പെയിന്റ് തന്നെ വേണമെന്ന് ചർച്ചയുണ്ട്. അത് അടിക്കുറഞ്ഞ് പിണറായി കുറച്ചേരം ചെറുപ്പം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഇതേ പെയിന്റ് തന്നെ അറിയണം, അടിക്കണം, കേരളം മുഴുവൻ അങ്ങനെ വേണം, എന്തെങ്കിലും പൈസ തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പെയിന്റ് അവസാനം അങ്ങനെ അടിക്കാൻ തീരുന്നത്. അത് അതിന്റെ നിറത്തിനൊക്കെ നമുക്ക് അഭിപ്രായത്തിലുണ്ട്. സാധാരണ ആ രീതിയിലൊക്കെ കാണിക്കുന്ന ചില അടയാളങ്ങളാണ് എന്നൊക്കെ ബോധ്യമുണ്ട്. രാഷ്ട്രീയത്തിന്റെ അടയാളങ്ങൾ കാണിക്കാനല്ല ഒരു ആരോഗ്യ സ്ഥാപനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെഹ്റുവിന്റെ ഫോട്ടം വയ്ക്കാതെ ഈ രാജ്യത്ത് ഒന്നും നമുക്ക് പടുത്തു കിട്ടാൻ സാധിക്കില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സിബിത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK നസീർ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ അനു എസ് ബാലൻ, അസീസ് കാര, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ P സനൂപ്, T ബഷീർ, N സിദ്ദിഖ്, K ഷാഹിദ്, T അസ്ജൽ, മണ്ഡലം കോൺഗ്രസ് ഇൻചാർജ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പെട്ടമണ്ണ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് T അഫ്സര, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NK മുഹമ്മദ് ബഷീർ, റസാഖ് മംഗലത്ത്, PP ഏനു, TK ഷംസുദ്ദീൻ, കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് സുബൈർ പാറോക്കോട്ട്, ഹമീദ് പടുകുണ്ടിൽ, അയ്യപ്പൻ കുറുപ്പാട്ട്, MP നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മറ്റു വാർത്തകൾ.
മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ തുടർച്ചയായി പൊതുയിട ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ച് സർക്കാർ. എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ചകളിലാണ് പൊതുയിടങ്ങൾ ശുചീകരിക്കുക. ചെർപ്പശ്ശേരി നഗരസഭയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർമാൻ പി രാമചന്ദ്രൻ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിനായി നടത്തിയ ജനകീയ ക്യാമ്പയിൻ്റെ തുടർച്ചയായാണ് പൊതു ശുചീകരണ പദ്ധതിയും നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി എല്ലാ 3-ാമത്തെ ശനിയാഴ്ചകളിലും പൊതുയിടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ചെർപ്പശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരമാണ് ശുചിയാക്കിയത്. തുടർച്ചയായി മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ, വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള മാലിന്യ നിർമ്മാർജ്ജനം, കവലകൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണങ്ങൾ എന്നിവ നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം ചെയർമാൻ പി രാമചന്ദ്രൻ നിർവഹിച്ചു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വലിയ മുന്നേറ്റമാണ് നഗരസഭ നടത്തിയതെന്ന് ചെയർമാൻ പറഞ്ഞു. നിലനിർത്തുന്നതിനാവശ്യമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പൊതു ഇടങ്ങൾ ശുചീകരിക്കുക എന്ന ചുമതല എല്ലാ നഗരസഭകളെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തുടക്കം എന്ന നിലയ്ക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം വൃത്തിയാക്കിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ച മാതിരി തന്നെ നഗരസഭ കഴിഞ്ഞ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ അംഗീകാരമാണ് ഈ വർഷത്തെ സ്വച്ഛ് സർവേക്ഷൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി സ്വച്ഛ് സർവേഷൻ്റെ റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്തെത്താൻ ചെർപ്പശ്ശേരി നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനാർഹമായ മുഹൂർത്തമാണ്. പരിപാടിയിൽ നഗരസഭ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ സഫന പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ, നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സി മനോജ് കുമാർ, വി പി ജയപ്രകാശ്, NR സംഗീത, ശുചീകരണ തൊഴിലാളികൾ എന്നിവരും പങ്കെടുത്തു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലും പൊതുയിട ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കിഴായൂർ സ്കൂൾ പരിസരം ശുചിയാക്കിക്കൊണ്ടാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ പൊതുശുചീകരണ യജ്ഞത്തിന് തുടക്കമായത്. നമുക്കറിയാം, നമ്മുടെ പട്ടാമ്പി ടൗണിനെ സംബന്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. SBTയുടെ മുന്നിലൊക്കെ ഒരു 3 മണിയാവുന്നതോടുകൂടി തന്നെ മാലിന്യ കൂമ്പാരം ഇങ്ങനെ വന്നുകൂടിയിരുന്ന് നമുക്കൊക്കെ അറിയാം. നമുക്ക് മൂക്ക് പൊത്തിയല്ലാണ്ട് നമ്മുടെ ടൗണിലൂടെ നടക്കാൻ സാധിച്ചിരുന്നത്. ഇന്ന് അതിനൊക്കെ എല്ലാത്തിനും മാറ്റം വന്നു. ഇന്ന് വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ PV, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിത കർമ്മസേന അംഗങ്ങൾ, കിഴായൂർ സ്കൂളിലെ അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛ് സർവേഷൻ റാങ്കിങ്ങിൽ നഗരസഭയ്ക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെയും എല്ലാ തൊഴിലാളികളെയും ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എന്നിവർ അഭിനന്ദിച്ചു. നഗരസഭ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാക്കി മാറ്റിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തൊഴിലാളികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കുറച്ച് വർഷക്കാലമായി ഒരു പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ മാലിന്യ മുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയ്ക്ക് ഒരു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായം, അത് ഒരുപക്ഷെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളും നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും അവരുടെ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും ചിട്ടയോട് കൂടിയിട്ടുള്ള അവർക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച നടക്കും. മന്ത്രി MB രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 51 വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് ഞായറാഴ്ച രാവിലെ 11 നടക്കുക. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 130 വീടുകളുടെ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും ചടങ്ങിൽ നടക്കും. മന്ത്രി MB രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും എഗ്രിമെൻ്റ് വെച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. 2021 മുതൽ നമ്മളിതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭരണസമിതി എന്നുള്ള നിലക്ക് ഓരോ വാർഷിക പദ്ധതിക്കകത്തും വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് വീടില്ലാത്തവന് വീട് അല്ലെങ്കിൽ പാർപ്പിടമില്ലാത്തവൻ്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അതേ പ്രാധാന്യത്തോടുകൂടെ തന്നെ ഗ്രാമപഞ്ചായത്ത് കാണുന്നു. ഇതിൻ്റെ ഭാഗമായി
കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏകദേശം 154ഓളം പേർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എഗ്രിമെൻ്റ് വെച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിൽ 51 വീടുകൾ പ്രവർത്തനം പൂർത്തീകരിച്ച് വീടുകൾ താമസയോഗ്യമായിരിക്കുകയാണ്. ഇതിൻ്റെ താക്കോൽദാന ചടങ്ങ് ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അവർ നേരിൽ വന്നുകൊണ്ട് ചെയ്യുകയാണ്. പഞ്ചായത്തിൽ വികസന കാര്യങ്ങളിൽ വലിയ മുന്നേറ്റമാണ് നടത്തിവരുന്നത്. കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പാക്കാനായി മറ്റ് എല്ലാ മേഖലകളിലും ക്രിയാത്മകമായ ഇടപെടലുകളാണ് നടത്തിവരുന്നതെന്നും അംഗങ്ങൾ പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചത് ഗതാഗതയോഗ്യമാക്കാനുണ്ട്. ഇതിനാവശ്യമായ ഫണ്ട് ലഭ്യമായിട്ടുണ്ട്. നിലവിൽ ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടപ്പാക്കാൻ പഞ്ചായത്തിന് അനുമതിയില്ല. പഞ്ചായത്തിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് റോഡുകളുടെ തകർച്ച പരിഹരിക്കാനാകുമെന്നും ഇവർ പറഞ്ഞു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന നിലയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയാനുള്ളത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടെ സഹായത്തിനാവശ്യമായ ഉപകരണങ്ങൾ കൊടുക്കാൻ സാധിച്ചു. ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത് വല്ലപ്പുഴയിലെ ഒരു വിഭാഗം ആളുകൾ പ്രധാനമായും വീടില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ താമസ സൗകര്യമില്ലാത്ത അവസ്ഥയിൽ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നാളെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ താക്കോൽദാനം ലൈഫ് പദ്ധതിയിൽ 51ഓളം ആളുകൾക്ക്. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ്, ഭരണസമിതി അംഗങ്ങളായ പറക്കാട് റഫീഖ്, CK ബാബു, അബ്ദുറഹീം എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം പനമണ്ണയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. പനമണ്ണ സൗത്ത് അമ്പലവട്ടം കോതകുറിശി റോഡിലാണ് ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ട് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടത്. കുരുടി ശിവക്ഷേത്രത്തിന് സമീപം പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിലാണ് കുഴി രൂപപ്പെട്ടത്. മഴയ്ക്കിടെ വെള്ളം പടവിനുള്ളിലൂടെ ഇറങ്ങിയാണ് മണ്ണ് ഇടിഞ്ഞു താഴ്ന്നത്. കൽവർട്ടില്ലാത്ത ഭാഗത്ത് വെള്ളം ഒഴിഞ്ഞു പോകാൻ പാതയ്ക്കടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പൈപ്പ് മാത്രമാണുള്ളത്. റോഡിൻ്റെ മധ്യഭാഗത്ത് കുഴി രൂപപ്പെട്ടതോടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമായി. ബസ് സർവീസുകൾ നിർത്തിവെച്ചു. പ്രദേശത്തെ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി. കോറി വേസ്റ്റ് നിറച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാനാണ് ശ്രമം. അതേസമയം കലുങ്ക് നിർമ്മിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ C സജിത്ത് നഗരസഭ സെക്രട്ടറിക്ക് കത്തു നൽകി. നഗരസഭ 34-ാം വാർഡിൽ ഉൾപ്പെടുന്ന പനമണ്ണ സൗത്ത് പ്രദേശത്തെ വാനശാല അമ്പലവട്ടം റോഡിലാണ് വലിയൊരു ഗർത്തം രൂപപ്പെട്ട് റോഡ് തകർന്നിരിക്കുന്നത്. ഇത് 13 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ള ഈ കൽവാട്ട് തകരുകയും അവിടെ താൽക്കാലികമായിട്ട് പൈപ്പുകൾ ഇട്ടുകൊണ്ട് ഗതാഗത യോഗ്യമാക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ ഒരു സ്ഥിരമായിട്ടൊരു കൽവാട്ട് നിർമ്മാണമാണ് നടത്തേണ്ടിയിരുന്നത്. അന്ന് അത് ചെയ്യാത്തത് കാരണമാണ് വീണ്ടും ഈ റോഡ് തകർച്ചയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ ഒറ്റപ്പാലം നഗരസഭ അധികൃതരെ വിവരമറിയിക്കുകയും അവർ വന്ന് സ്ഥലം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ ഒറ്റപ്പാലം ചെപ്പശ്ശേരി, ഒറ്റപ്പാലം പനമണ്ണ, ഒറ്റപ്പാലം കോതകുറിശി റൂട്ട്. ഇതിലൂടെ ഒരുപാട് സ്കൂൾ വാഹനങ്ങളും ബസ്സുകളും കടന്നു പോകുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ വേണ്ട നടപടികളും അടിയന്തരമായിട്ട് ഇത് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു പുതിയ കൽവാട്ട് നിർമ്മാണം പ്രകൃതിക്ഷോഭത്തിൻ്റെ നാശനഷ്ടങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് വകയിരുത്തി ചെയ്യണമെന്നും ഒറ്റപ്പാലം നഗരസഭ സെക്രട്ടറിയോടും സബ് കളക്ടറോടും ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി ഭീമനാട് പാറപ്പുറം റോഡ്. കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാത ഭീമനാട് സെൻട്രലിൽ നിന്നും കോട്ടോപ്പാടം തിരുവിഴാംകുന്ന് റോഡിലേക്ക് പോകുന്ന 1 കിലോമീറ്ററോളം ഭാഗമാണ് അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനാൽ തകർന്ന് കിടക്കുന്നത്. ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ ദുരിതയാത്ര നടത്തുന്നത്. കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാനപാത കടന്നു പോകുന്ന ഭീമനാട് സെൻട്രലിൽ നിന്നും കോട്ടോപ്പാടം തിരുവിഴാംകുന്നിലേക്ക് പോകുന്ന റോഡിൻ്റെ 1 കിലോമീറ്ററോളം ഭാഗമാണ് തകർന്ന് കിടക്കുന്നത്. മഴവെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്ക് കാരണം പലയിടങ്ങളിലും വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡ് കുറുകെ പൊട്ടിപ്പൊളിഞ്ഞതോടെ നാട്ടുകാർ താൽക്കാലികമായി മണ്ണിട്ട് നികത്തിയാണ് കുഴികൾ അടച്ചത്. സമാനമായ രീതിയിൽ റോഡിൻ്റെ വശങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. പാറപ്പുറം, കച്ചേരിപ്പടി, മാളിക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഈ റോഡ്. നിരവധി വാഹനങ്ങളാണ് ഈ റോഡിനെ ആശ്രയിച്ച് കടന്നു പോകുന്നത്. ചരക്കുകൾ റോഡിലേക്ക് വീഴുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. മണ്ണാർക്കാട് മേഖലയിൽ ഗ്രാമീണ റോഡുകളെല്ലാം നവീകരിക്കുമ്പോൾ അധികൃതരുടെ കനിവിനായി കാത്തുകിടക്കുകയാണ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഭീമനാട് പാറപ്പുറം റോഡ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംയുക്തമായി ഒറ്റപ്പാലം താലൂക്കിലെ കർത്തൃവാഹകർക്കായി ബോധവൽക്കരണ ക്ലാസും അദാലത്തും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലനീതി നിയമം എന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കൂടാതെ അദാലത്തും നടന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി
പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ എം വി മോഹനൻ അധ്യക്ഷനായി. ബാലനീതി നിയമവും കുടുംബ ബന്ധങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ സംസാരിച്ചു. അതാത് ജില്ലകളിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെ നാട്ടിലേക്ക് അവരെ റീപാട്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ റോളുകൾ വഹിക്കുന്ന ആൾക്കാർ തന്നെ സ്പെഷ്യൽ ജൂനിയർ പോലീസ് യൂണിറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇവർക്ക് ഈ കുട്ടികൾക്ക് എസ്കോർട്ട് പോകുന്നതൊക്കെ സ്പെഷ്യൽ ജൂനിയർ പോലീസ് യൂണിറ്റിൽ നിന്നുള്ള പോലീസ് ഓഫീസേഴ്സ് ആണ് അവിടെ എത്തിക്കുന്നത്, നാട്ടിലെത്തി. ഏറ്റവും വലിയൊരു റീഹാബിലിറ്റേഷൻ പ്രോസസ്. ഇനി നമുക്ക് ഇവരെ പോലീസ് യൂണിറ്റിൽ വന്നു. പിന്നെ നമുക്കറിയാം ഈ പറയുന്ന CDPOമാർ അവരൊരു ഇതാണ് സ്കൂളിൻ്റെ സംവിധാനം മുഴുവൻ കുട്ടി സ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് ആണ്. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വളരെ ഉത്തരവാദിത്തമുള്ളവരാണ്. അതേപോലെ തന്നെ നമ്മുടെ കൗൺസിലേഴ്സ്, അതേപോലെ തന്നെ എന്താണ് ഇനി ഇതിനകത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്ന രേഖകൾ, റിപ്പോർട്ടുകൾ, ഇവയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ, അവയുടെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളിൽ CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുന്ദരി, സൗമ്യ, പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ P. ചന്ദ്രൻ, ജയലക്ഷ്മി, AP ലതിക, PM ശ്രീജ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് സോഷ്യൽ വർക്കർ അജല S, ചൈൽഡ് ഹെൽപ്പ് ലൈൻ കൗൺസിലർ S. സുഷമ, വെൽഫെയർ ഓഫീസർമാർ, ICDS സൂപ്പർവൈസർമാർ, സ്കൂൾ കൗൺസിലർമാർ, ബാലസംരക്ഷണ സമിതി അംഗങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ശിശു സംരക്ഷണ സ്ഥാപന പ്രതിനിധികൾ, അംഗനവാടി ജീവനക്കാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. പട്ടാമ്പി പരുതൂർ പഞ്ചായത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്ന് 3-ാം വാർഡിന്റെ അതിരുകളിൽ മാറ്റം വരുത്തിയതിനെതിരെ UDF പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. മാപ്പിൽ കൃത്രിമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ 3-ാം വാർഡിന്റെ കിഴക്ക് അതിർത്തി വള്ളിക്കാട് തോട്, മൂന്നുമൂല, അരണാത്ത് പറമ്പ് റോഡ്, ചെമ്പുലങ്ങാട് റോഡ് എന്നതാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഈ ഉത്തരവിനെ മറികടന്ന് അരണാത്ത് പറമ്പ്, നാടപറമ്പ് റോഡ്, 4 സെന്റ് കോളനി വഴി വെള്ളച്ചാൽ അതിർത്തിയായാണ് മാപ്പിൽ കാണിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നടത്തിയ നീക്കമാണ് ഇതിന് പിന്നിൽ. ഉന്നത ഉദ്യോഗസ്ഥർ ഇറക്കിയ ഉത്തരവിനെതിരെ മാപ്പിൽ കൃത്രിമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് UDF നേതാക്കളുടെ ആവശ്യം. വാർഡ് വിഭജന സമയത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി മുതുതല പഞ്ചായത്തിലെ ASന് ചാർജ് കൊടുത്തു. അങ്ങനെ വാർഡ് വിഭജനം നടന്നത്. ആ വിഭജനം നടന്നതിന് ശേഷം സെക്രട്ടറിക്ക് വീണ്ടും ചാർജ് കൊടുത്ത് പഞ്ചായത്തിൽ ജോലിയിൽ കയറി. തുടർന്ന് വന്ന കരട് വിജ്ഞാപനത്തിൽ അപാകതകൾ കണ്ടെത്താനുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാട്ടി ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി പോയി. ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി RO റിട്ടേണിംഗ് ഓഫീസറെ ചുമതലപ്പെടുത്തി. റിട്ടേണിംഗ് ഓഫീസർ സ്ഥലങ്ങൾ സന്ദർശിച്ച് പരാതിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു, ഈ പരാതി ക്ലിയറാണ്, വാർഡുകളുടെ അതിരുകളൊന്നും പൂർണ്ണമല്ല എന്ന് റിപ്പോർട്ട് RO കൊടുക്കുകയുണ്ടായി. അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയോട് അതിര് മാറ്റാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷൻ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് വാർഡ് ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയുണ്ടായി. അതിനുശേഷം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവിറക്കി. ഇന്ന ഭാഗത്ത് ഇന്ന അതിര് മാറ്റി വാർഡ് പുനർനിർണ്ണയിക്കണം പറഞ്ഞിട്ട് ഉത്തരവ് വന്നു. ആ ഉത്തരവ് കാറ്റിൽ പരത്തിക്കൊണ്ട് അതിനെ മറികടന്ന് മറ്റ് മേഖലകളിൽ അതിർത്തി മാറ്റാൻ ചില സെക്രട്ടറിയും അതിലെ ചില താൽക്കാലിക ഉദ്യോഗസ്ഥന്മാരെയും വെച്ച് അത് മാറ്റുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായതായും നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ PP സലീം മുടപ്പക്കാട്, ST നിസാർ, TK നൌഷാദ്, APM സക്കറിയ, രാമദാസ് പരിദൂർ, MP ഹസൻ, റിഷാദ് ബാബു എന്നിവർ പങ്കെടുത്തു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ പയ്യനിടം പൂളച്ചിറ കാക്കത്തിരുത്തി റോഡ് നവീകരണത്തിന് 29 ലക്ഷം രൂപ അനുവദിച്ചു. റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ട് കാലങ്ങളായി. ഇക്കാര്യം മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. പൂളച്ചിറ കാക്കത്തുരുത്തി തകർന്ന റോഡിന് നേരത്തെ പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും ഇതുകൊണ്ട് നവീകരണം പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് 16 ലക്ഷവും പഞ്ചായത്ത് നേരത്തെ അനുവദിച്ച 10 ലക്ഷത്തിനു പുറമെ 3 ലക്ഷം കൂടി അനുവദിച്ചത്. ഇതോടെ 29 ലക്ഷം രൂപയായി. അടിയന്തരമായി റോഡ് നവീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ അറിയിച്ചു. പൂളച്ചിറ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന റോഡ് വെള്ളപ്പാടം, മൈലാമ്പാടം, എടേരം ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഉപമാർഗമാണ്. 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്.
റോഡ് ആരംഭിക്കുന്നത് മുതൽ കുഴികൾ രൂപപ്പെട്ട് തകർന്നാണ് കിടക്കുന്നത്. മഴ പെയ്തതോടെ വെള്ളക്കെട്ടുമായി. കുഴികളിൽ വെള്ളം മൂടിയതോടെ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് പതിവാണ്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. കരുവാരക്കുണ്ട് കണ്ണത്തെ അലുമിനിയം സെന്റർ കത്തിനശിച്ചു. പങ്കത്ത് ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ശനിയാഴ്ച പുലർച്ചെ കത്തി നശിച്ചത്. ഏകദേശം 50 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. അലുമിനിയം പാനൽ, ഡോറുകൾ, ഷീറ്റുകൾ എന്നിവ വിൽപ്പന നടത്തുന്ന കണ്ണത്തെ ഫോർടെക്സ് അലുമിനിയം സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാകാം തീ പിടിച്ചത് എന്നാണ് നിഗമനം. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെ പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ കരുവാരക്കുണ്ട് പോലീസിന്റെ സഹായത്തോടെയാണ് തീയണച്ചത്. അപ്പോഴേക്കും കടയിലെ മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചിരുന്നു. കീഴാറ്റൂർ സ്വദേശി പങ്കത്ത് ഷാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഏകദേശം 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ഷാജി പറഞ്ഞു. സഹകരണ രംഗത്തെ സേവനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച PA ഉമ്മറിന് ചെർപ്പശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആദരം. പൊതുരാഷ്ട്രീയ രംഗങ്ങളിലും അദ്ദേഹം നടത്തിയ സേവനങ്ങളെ മുൻനിർത്തിയാണ് ആദരിച്ചത്. വായനശാലയിൽ വെച്ച് നടന്ന പരിപാടിയിൽ നന്മ വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ KA അസീസ്, P ജയൻ, P അബ്ദുൽ ഗഫൂർ, KM ഇസാഖ്, മുഹമ്മദ് അലി മാട്ടര, വായനശാല സെക്രട്ടറി AK രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. എൻ്റെ നാട്ടുകാരായ നിങ്ങളുടെ ഈ ആദരവ് ബഹുമാനത്തോടു കൂടി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം, ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാക്കുകയാണെങ്കിൽ മാപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് പറയാം. എനിക്ക് ഈ പുരസ്കാരം എങ്ങനെ കിട്ടി അതൊരു വിഷയമാണ്. ഈ പുരസ്കാരം ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയതല്ല. ലോകം ഈ 3 വർഷം മുമ്പ് ഈ റോബർട്ട് ഓവൻ എന്ന് പറയുന്ന ആ ബ്രിട്ടീഷുകാരൻ, അയാളാണ് ഈ സഹകരണ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. രൂപം നൽകാൻ കാരണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ്പ പുതുതായി റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ മണ്ണാർക്കാട് ചങ്ങലേരിയിലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കണമെന്ന് N ഷംസുദ്ദീൻ MLA. ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്തതിനാൽ നിത്യവരുമാനക്കാരായ ആളുകൾ ദുരിതത്തിൽ. ഭക്ഷണം പോലും ലഭിക്കാത്ത സ്ഥിതിയുണ്ടെന്നും MLA. പുലിഭീതി. മണ്ണാർക്കാട് തത്തേങ്കലത്ത് ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ പുലിയെ കണ്ട സാഹചര്യത്തിലാണ് നടപടി. പ്രദേശത്തെ നിരീക്ഷണം ശക്തമാക്കി. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ മനുഷ്യരിയിൽ 2 വാഹനാപകടം. നിയന്ത്രണം വിട്ട പിക്കപ്പ് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകളെ ഇടിച്ചു തെറിപ്പിച്ചു. ആറന്കുളം റോഡിന് സമീപം പച്ചക്കറി കയറ്റി വന്ന ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷയിലും ഇന്നോവയിലും ഇടിച്ചു. ഒരാൾക്ക് പരിക്ക്. വന്യമൃഗ ആക്രമണങ്ങൾക്കും സർക്കാർ അനാസ്ഥയ്ക്കുമെതിരെ മലപ്പുറം കരുവാരക്കുണ്ടിൽ പ്രതിഷേധം. കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സമരപഥം സംഘടിപ്പിച്ചു. പ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് കർഷകർ. മാലിന്യമുക്ത കേരളം. ജനകീയ പങ്കാളിത്തത്തോടെ പൊതുയിട ശുചീകരണത്തിന് തുടക്കം കുറിച്ചു സർക്കാർ. എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ചകളിലാവും ജനകീയ ശുചീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.